ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീടെടുത്തല്ലോ. ഞാൻ കടയിലേക്ക് പോവാണ്. കുട്ടികളെ കാര്യമാണ്. കുട്ടികളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ട് ആരെയും പിടിച്ച് കടയിലേക്ക് എത്തണമെങ്കിൽ നല്ല പാടാണ് കേട്ടോ. വീട്ടിൽ നിന്ന് താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കുറച്ച് വൈകിട്ടോ. മോളെ എണീക്കാൻ നല്ലോണം വൈകിട്ട്. അതാണുള്ള വിഷയം. അവൾ തീരെ അനുസരണമില്ല, ഭയങ്കര കുറുമ്പിയായി മാറിയിട്ടുണ്ട്. കടയിലേക്ക് പോവാണ്. അപ്പോൾ കടയിലേക്ക് കയറുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ എന്താ വിശേഷം, കടയുടെ മുമ്പിൽ കുറേ പേര്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാമായിരുന്നു വിചാരിച്ചു. ഇനി ഞാൻ മൊബൈൽ അങ്ങോട്ട് നീട്ടി പിടിച്ചത്. ആ വെയിലൊക്കെ ആണ്. വെയിലാണ്. കടയിലെത്തി. കടയിലെ കുറച്ച് കുഞ്ഞു വർക്കുകളും കാര്യങ്ങൾക്കൊക്കെ കിടക്കുകയാണ്. ഇപ്പോൾ കടയിൽ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേറെ ഒന്നും പോകാനില്ല. ഹോട്ടൽ സൈഡായതുകൊണ്ട് പെട്ടെന്ന് എല്ലായിടത്തും ഓടി ചാടി പോകാനൊന്നും പറ്റില്ല. കടയിൽ ആൾ വേണം. അതാണ് പ്രശ്നം. അങ്ങനെ കടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എന്താ പറയുക, കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഞാൻ ശരീക്കോട് പോയപ്പോൾ ഒരു ടോപ്പ് എടുത്താണ്. ഇപ്പം തന്നെ ഇടുന്നതാണ് വെച്ചിട്ട്. പക്ഷേ അതെനിക്ക് ചെറുതാണ്. കണ്ടപ്പോൾ വലുതാണെന്ന് തോന്നി. 200 രൂപയുള്ള അപ്പോൾ ഒരു ടോപ്പ് എടുക്കാം. ഷോള് പിന്നെ ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ അത് ടൈറ്റാണ്. കണ്ടപ്പോൾ അവിടുന്ന് വലുതായിട്ട് തോന്നി. വൈകിട്ടാണ്, കുറേ ടൈം തിരയാനും സമയമുണ്ടല്ലോ. വന്ന കളക്ഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ദിവസം ഡ്രസ്സ് കഴുകിയില്ലെങ്കിൽ അപ്പോൾ മാറ്റിയിടാനും ഇല്ല, നനഞ്ഞത് ഇടേണ്ട ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഞാനൊന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ അത് ചെറുതായിപ്പോയി. നോക്കുമ്പോൾ കയ്യും കുറവാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ച് കഴുകി ക്ലീനാക്കി നമ്മൾ വർക്കുകളും കാര്യങ്ങളും ഇതൊക്കെ തന്നെ ഉണ്ട്. പിന്നെ വീഡിയോ ഇടാൻ പുതിയൊരു കണ്ടൻറ്റും കാര്യങ്ങളും കിച്ചണിൽ വന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അതും നടക്കുന്നില്ല. ആരെങ്കിലുമൊക്കെ വരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്തൊരു നല്ല രീതിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിയുന്നില്ല. എന്നാലും ഞാൻ ചെറുതായിട്ട് കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. സ്വസ്ഥതയുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ജലദോഷം വന്നുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. വീഡിയോ എടുത്ത് വെച്ച് വോയിസ് കൊടുക്കണമെങ്കിൽ പിന്നീട് എപ്പോഴും ഉണ്ടാവും. അതാണ് എൻ്റെ അവസ്ഥ. ചുമ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പനി വരണ പോലെ നല്ല ചുമ, ഭയങ്കര ബുദ്ധിമുട്ട്, ക്ഷീണമായിപ്പോയി. അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. എന്നാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. വേറെ എന്താണ് ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൂടുതൽ ചുമ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ചുമക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചെറിയ കുട്ടൂസേതാ അവിടെ നിന്ന് ഓരോ വികൃതികളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്ലോഡ് ചെയ്യണത് എന്നാ കുട്ടികൾക്ക് അംഗനവാടി ഉണ്ടായിരുന്നില്ല. അവനൊരു പഴയ മൊബൈലും പിടിച്ചാണ്ട് നടന്ന് കളിക്കുന്നുണ്ട്. ഷർട്ടിൻ്റെ കൈയൊക്കെ ഊരിട്ടിരിക്കുന്നത്. മഴയൊക്കെ പോയത് ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഇവിടുന്ന് ഓരോന്നും കൊണ്ടുവച്ച് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് എനിക്ക് തന്നെയല്ലേ പണി. ഓരോരോ വർക്കിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. അതിൻ്റെ ഇടയിൽ ഓരോരോ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാണ് സാധിക്കുമെന്നറിയില്ല. ഒന്ന് എൻജോയ് ചെയ്യണം. ഞാൻ ഈ ഞായറാഴ്ച കുട്ടികളായിട്ട് പാർക്കിലൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് ചുമയും ജലദോഷമൊക്കെ ആയിട്ട് കഴിഞ്ഞ ഞായറാഴ്ച പിന്നെ കല്യാണമായിരുന്നു. ഓരോ ദിവസം ഓരോന്നായിട്ട് അങ്ങനെ
പോകണമെന്ന് വിചാരിക്കും, കുട്ടികളായിട്ട് ഒന്ന് ഇറങ്ങണമെന്നൊക്കെ വിചാരിക്കും ഉച്ചയ്ക്ക് ശേഷം. രാവിലെ എന്തായാലും ഇറങ്ങാൻ പറ്റില്ല, ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങണമെന്ന് വിചാരിക്കും. എന്നാണോ സാധിക്കുക എന്തോ. പിന്നെ മോളൂസിനൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് പോകാനും കഴിയില്ല, നല്ല വികൃതിയാണ്, പറഞ്ഞാൽ തീരെ ഒട്ടും അനുസരിക്കില്ല. ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ട്, അപ്പോൾ അത് ജിഗിലാക്കി വെക്കട്ടെ. നല്ല തിളച്ച വെള്ളമല്ലേ, വെറുതെ ഒഴിച്ച് കളയണ്ടല്ലോ. വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.